ഹലോ ഫ്രണ്ട്സ്, ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞോ? എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയും ചെയ്യും. പഴയ വീഡിയോസ് എല്ലാം കാണുകയും ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിന്ന് ഒരു അടിപൊളി പുട്ടിന്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ നാടൻ പുഴുക്കലരിയാണ് ഉപയോഗിക്കുന്നത്. ഈ പുഴുക്കലരി നമ്മൾ ഒരു ഗ്ലാസ് പുഴുക്കലരി 250 ml ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പുഴുക്കലരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ഇളം ചൂടുവെള്ളം ഒഴിക്കണമെന്നില്ല, ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. ഇതിനി നമുക്കൊരു 8 മണിക്കൂർ കുതിരാൻ വെക്കാം. നാളെ രാവിലെ നമുക്കിത് ഊറ്റി വെള്ളം പോയതിന് ശേഷം മിക്സിയിൽ ഒന്ന് അടിച്ച് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് പുട്ട് പുഴുങ്ങിയെടുക്കുക. അരി ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴുകി വെള്ളം പോകുന്നതിനായിട്ട് ഊറ്റിയിടാം. പുട്ടിനുള്ള അരി ഇവിടെ തോർന്ന് റെഡി ആയിരിക്കുക. നമുക്കിനി അത് മിക്സിയുടെ ജാറിൽ പൊടിക്കുന്ന ജാറിലോട്ട് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കാം. ആദ്യത്തെ ട്രിപ്പ് പൊടിച്ചു കഴിഞ്ഞ് പുഴുക്കലരി ആയതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് അരി 2 പ്രാവശ്യമായിട്ടാണ് ഇടുന്നത്. പണം പൊടിയുമ്പോൾ ഇത് കുതിർന്നിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് പൊടിയുണ്ട്. ഇനി നമുക്ക് അടുത്തതൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടി നമ്മൾ ഇടയണ്ട, നനയ്ക്കണ്ട. തേങ്ങയുടെ ഇതിൻ്റെ കൂടെ ഒന്ന് ഇളക്കി വെച്ചാൽ മതി. തേങ്ങ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ കൂട്ട് ഇളക്കിയാൽ മതി. അടുത്ത ട്രിപ്പ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ തേങ്ങാ തിരുമി ഒന്ന് മിക്സിയിലൊന്ന് കറക്കുന്ന ആ തേങ്ങാപ്പാലും പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് വേണ്ടി. എന്നിട്ട് ഇതിനകത്ത് ഇട്ടൊന്ന് ഇളക്കിയാൽ മാത്രം അത് നനയ്ക്കൊന്നും വേണ്ട. നല്ല സോഫ്റ്റ്, നല്ല മയത്തിലിരിക്കുക. ഇനി നമുക്ക് തേങ്ങായോടെ ഒന്ന് റെഡിയാക്കാം. തേങ്ങ ഞാൻ ചേർക്കുകയാണ്. തേങ്ങ ഇതിന് എത്ര ചേർത്താലും നല്ല ടേസ്റ്റാണ്. കുറച്ചുകൂടെ തിരുമി ഒന്ന് പൊടിച്ച് ചേർക്കാൻ. നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഉപ്പൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. അടുത്ത ട്രിപ്പ് തേങ്ങയും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. മൊത്തം ഇപ്പം ഞാൻ 1 മുറി തേങ്ങ ഇതിനകത്ത് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഈ ഉപ്പും തേങ്ങാപ്പീരയും പൊടിയാലൊന്ന് പിടിക്കാനൊന്ന് മിക്സ് ആകാൻ വേണ്ടി മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലാതെ പൊടി നനയ്ക്കുകയേ വേണ്ട. ഇങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് പുട്ട് പുഴുങ്ങി. അത് നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് കുറ്റി, എൻ്റെ കുടത്തിനൊരു അബദ്ധം പറ്റി. എൻ്റെ കാല് വെരിക്കോസ് വന്ന് പൊട്ടിയിരിക്കുക. അപ്പം ഞാൻ മേളിൽ തട്ടേന്ന് വലിച്ചെടുത്തപ്പോൾ എൻ്റെ കയ്യും താഴെ വീണ് അതിൻ്റെ ഷേപ്പ് മാറിയിരിക്കും. അതുകൊണ്ട് എനിക്ക് കുറ്റി വെക്കാൻ പറ്റത്തില്ല കുടത്തിനകത്ത്. അതുകൊണ്ട് ഞാൻ ഇഡലിക്കുട്ടകത്തിനകത്താണ് വെക്കുന്നത്. ഇഡലിക്കുട്ടകത്തിൻ്റെ തട്ടിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഈ കിഴുത്തക്കകത്തൂടെ പൊടി താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു ശകലം തേങ്ങാപ്പീര ഒന്ന് വാരിയിടാം. ഇനി നമുക്ക് പുട്ടിൻ്റെ പൊടി വാരി അതിലോട്ട് ഇടാം. ഇതിലാകുമ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിന് പുഴുങ്ങിയെടുക്കുകയും ചെയ്യാം. കുറ്റിയിൽ നല്ല പെർഫെക്റ്റായിട്ട് പുഴുങ്ങിയെടുക്കാൻ പറ്റും. കുത്തരിയുടെ ആയിട്ട് വളരെ ടേസ്റ്റാണിത്. നാഴിയരിയുടെ പുട്ടാണിത്. പുഴുക്കലരി ആയതുകൊണ്ട് കുതിരുമ്പോൾ ധാരാളം ഉണ്ട്.
അപ്പോൾ നമ്മൾ അരി വെള്ളത്തിലിടാൻ മറന്നു പോകുമ്പോഴും ഒക്കെ നമ്മൾ തലേദിവസം രാത്രിയിൽ ഇതുപോലെ ഒരു ഗ്ലാസ് അരി വെള്ളത്തിലിടാമെങ്കിൽ രാവിലെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കി കഴിക്കാൻ സാധിക്കും. നമുക്കതൊന്ന് പുഴുങ്ങിയെടുക്കാം. കൂട്ടുകുടുംബങ്ങൾ കുറവായതോടുകൂടി, അതായത് അണുകുടുംബങ്ങളെ ഉള്ളു. ഇപ്പം അച്ഛനും അമ്മയും 1-2 മക്കളെ കല്യാണം കഴിച്ചോ അല്ലെങ്കിൽ മക്കൾ വെളിയിലൊക്കെ ജോലിക്ക് പോയ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അന്നേരം വീട്ടിലിങ്ങനെ അരി കൂത്ത് പൊടിച്ച് ഇടഞ്ഞ് വറുത്തെടുക്കേണ്ട കാര്യമില്ല. എല്ലാവരും പാക്കറ്റിലുള്ള പൊടി വാങ്ങിക്കും. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അരി കൂത്ത് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് അതിൻ്റെ ചൂട് കളഞ്ഞ് പാത്രത്തിലാക്കി വെക്കും. അപ്പോൾ ആവശ്യത്തിനെടുത്ത് ചെയ്യുകയാണ് പതിവ്. അതുകൊണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് അരി പൊടിക്കുന്നതോ ഇടയുന്നതോ ഒന്നും തന്നെ കണ്ട് ശീലം പോലും ഇല്ല. അപ്പം നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ എടുത്ത് കുഞ്ഞുങ്ങളെ കൂടെ ഒക്കെ ഇതൊന്ന് ശീലിപ്പിച്ച് കൊടുക്കുകയും ചെയ്യണം. അവർ ഇതെന്തൊക്കെയാണെന്ന്, നമ്മൾ എങ്ങനെയൊക്കെയാണ് ജീവിച്ചതെന്ന് അവരും ഒന്ന് അറിയണ്ടേ. നമുക്ക് നമ്മുടെ കുട്ടകത്തിന്റെ അടപ്പൊന്ന് തുറന്ന് പുട്ടെന്ത് പരുവമായി എന്നൊന്ന് നോക്കാം. പുട്ട് നല്ല റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു. അപ്പം നന്നായിട്ട് വെന്ത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എൻ്റെ അടിപൊളി പുട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ. ഈ രീതി അറിയാത്ത നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. മോനെ പുട്ടങ്ങാനുണ്ടടാ? അടിപൊളി. ഉടൻ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.